അവൻ കണ്ണു ചിമ്മി ചിരിച്ചു. 4000 ഞാൻ തന്നേക്കാൻ കേട്ടോ. കൃഷ്ണകുമാർ അവന്റെ ചുമലിൽ തട്ടി. എന്റെ പൊന്നെങ്കിൽ അതിന് നഷ്ടം താങ്ങാൻ എനിക്ക് കഴിവുണ്ട്. പിന്നെ അതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല. അതെന്റെ താജ്മഹലല്ലേ എങ്കിലേ. അവൻ പൊട്ടിച്ചിരിച്ചു. ഓവ്, ഈ പോക്കാണെങ്കിൽ നീ താജ്മഹൽ മാത്രമല്ല, ഇന്ത്യ ഗേറ്റും കുത്തബ് മിനാറും വരെ കാണേണ്ടി വരും. കൃഷ്ണകുമാർ അവനെ ഇരുത്തി നോക്കി. ഭരത് തലയാട്ടി ചിരിച്ച്. ഞാനേ അങ്ങളുടെ മോളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം. അവൻ കൃഷ്ണകുമാരനെ ചേർത്ത് പിടിച്ച് എഴുന്നേറ്റ്. ആശ്വസിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, അമ്പലക്കുളത്തിന് നല്ല ആഴമുണ്ട് കേട്ടോ. കാലുകൊണ്ട് മുണ്ട് തട്ടി അതിന്റെ തലപ്പ് കയ്യിൽ പിടിച്ച് നടക്കുന്നവനെ നോക്കി കൃഷ്ണകുമാർ വിളിച്ചു പറഞ്ഞു. ഞാൻ സ്വിമ്മിങ് ചാമ്പ്യനായിരുന്നു അങ്കിളെ. അവൻ തിരിഞ്ഞു നോക്കാൻ വിളിച്ചു പറഞ്ഞു. അവൾക്ക് പക്ഷേ കരാട്ടയാ വശം. ഇത്തവണ അവരും തിരിഞ്ഞു നോക്കി. കൃഷ്ണകുമാരനെ നോക്കി പുഞ്ചിരിച്ച് തലയാട്ടി അവൻ മുന്നിലേക്ക് നടന്നു. നൈസായിട്ട് എൻ്റെ മോളെ എന്നോട് തന്നെ പ്രപ്പോസ് ചെയ്തു പോകുന്നു തെമ്മാടി. ചിരിയോടെ അയാൾ മന്ത്രിച്ചു. കുളത്തിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കുകയായിരുന്നു ആർച്ച. ഇടയ്ക്കിടയ്ക്ക് മീൻ വന്ന് കാലിനടിയിൽ ഇക്കിളിയിട്ട് പോയി. കാലിലേൽക്കുന്ന തണുപ്പ് ആസ്വദിച്ച് കണ്ണുമടച്ചിരിക്കുമ്പോഴാണ് അന്തരീക്ഷത്തിലൂടെ പായസത്തിന്റെ ഗന്ധം ഒഴുകി വന്നത്. ആർച്ച നിവർന്നിരുന്ന് മൂക്ക് വിടർത്തി കണ്ണുകളടച്ച ഗന്ധം വലിച്ചെടുത്ത് ആസ്വദിച്ചു. അപ്പോഴാണ് ആ കാര്യം ഇടുത്തി പോലെ മനസ്സിൽ വന്നു വീണത്. ഉറാത്തം. പായസത്തിന്റെ മണമടിച്ചപ്പോൾ തോന്നിയ ഉത്സാഹം ഒരൊറ്റ നിമിഷം കൊണ്ട് 8 മടക്കി പെട്ടിയിലിട്ടു. മണിച്ചിത്രത്താഴ് ഒരെണ്ണം ഞൊടിയിടയിൽ ഉണ്ടാക്കി പൂട്ടിയിട്ട് ഭരത്തിന്റെ മുഖമോർക്കവെ അന്തരാത്മാവിൽ ഉറങ്ങിക്കിടന്ന നാഗവല്ലി ചിലങ്ക കെട്ടി ചാടി എഴുന്നേറ്റു. ഒറിജിനൽ നാഗവല്ലിയുടെ ആവശ്യം രാമനാഥനായിരുന്നെങ്കിൽ ഇവിടെ പായസമാണെന്ന് മാത്രം. വലയത്തിന്റെ മനുഷ്യൻ വിശപ്പ് കടിച്ചു പിടിച്ചിരിക്കുക. ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പ്രലോഭിപ്പിച്ച വ്രതം ഞാനങ്ങ് മറക്കും. പറഞ്ഞില്ല അത് വേണ്ട. വീണ്ടും കാറ്റിൽ മണമൊഴുകി ഒഴുകി വന്നപ്പോൾ ആർച്ച അമ്പലത്തിൽ നേരെ നോക്കി കണ്ണുരുട്ടി. മോളെ ഉണ്ണിയാർച്ചേ, പിറകിൽ നിന്ന് വിളിക്കുന്ന കേട്ട് ആർച്ച തിരിഞ്ഞു നോക്കി. കുഞ്ഞിരാമൻ. കുഞ്ഞിരാമന് ചെറുതായിട്ടൊരു നകുലന്റെ ചായയുണ്ടോ? ആർച്ച കണ്ണുകുറുക്കി അവനെ നോക്കി. തോന്നും, വിശപ്പുകാരൻ കിളി പോയി നിൽക്കുമ്പോൾ അങ്ങനെ പലതും തോന്നും. വരണം വരണം മിസ്റ്റർ കുഞ്ഞിരാമൻ. യഥാർത്ഥത്തിൽ ആർച്ച ഉദ്ദേശിച്ച നരസിംഹത്തിലെ ഭീമരഘുവിനെ ആണെങ്കിലും പുറത്തു വന്നപ്പോൾ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിയാർച്ചയുടെ നടത്തം? ഭരത് അവളെ കളിയാക്കി. നന്നായിരുന്നു, സ്ഥിരമാക്കിയാലൊന്നൊരു ആലോചനയുണ്ട്. എന്തേ കൂടുന്നോ? ആർച്ച ചുണ്ടുകൊട്ടി. ഭരത് തലയാട്ടി ചിരിച്ചു. അത് കേട്ടത് ആർച്ച തിരിഞ്ഞവനെ രൂക്ഷമായി നോക്കി പല്ലുകടിച്ച്. മറക്കാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും അതങ്ങ് ഓർപ്പിക്കുക. ചട്ടിത്തലയൻ. വാക്കുകളെ പല്ലിനടിയിൽ കുരുക്കിയിട്ട് ആർച്ച മുറുമുറുത്തു. വീണ്ടും ഉള്ളിലെ നാഗവല്ലി വാതിലിന് മുട്ടി. അവളുടെ നോട്ട് അവനെയും കടന്ന് മുകളിലേക്ക് പോയത് മുഖമൊന്ന് വിടർന്നു. കിച്ചു, അടങ്ങ് നാഗവല്ലി അടങ്ങ്, ദുർഗാഷ്ടമി ആയിട്ടില്ല. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വെമ്പുന്ന നാഗവല്ലിയെ ആർച്ച ആശ്വസിപ്പിച്ച് വിട്ടു. ഏയ്, ഭരത്തേട്ടൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ദേഷ്യമൊക്കെ തോന്നിയെങ്കിലും ഇപ്പൊ ഭയങ്കര സന്തോഷം. എൻ്റെ അച്ഛമ്മയ്ക്ക് വേണ്ടിയല്ലേ. താങ്ക്സ് ഭരത്തേട്ടാ. ഞൊടിയിൽ അമർഷ ഉള്ളിൽ ഒടിച്ച് മടക്കി വെച്ച് മുഖത്തൊരു ചിരി ഫിറ്റ് ചെയ്തു. ആഹാ, ഇപ്പൊ ടൂത്ത് പേസ്റ്റിന്റെ കമ്പനിക്കാർ കണ്ടിരുന്നെങ്കിൽ അപ്പ പൊക്കെടുത്ത് കൊണ്ടുപോയേനെ. അജാതി ചിരിയല്ലേ. നിറഞ്ഞ പുഞ്ചിരിയോടെ പറയുന്ന ആർച്ചയെ നോക്കി കണ്ണുമിഴിച്ചിരുന്നു ഭരത്. യുദ്ധം പ്രതീക്ഷിച്ചു വന്നിടത്ത് വെള്ളരി പ്രാവിനെ പറപ്പിച്ച് കളിക്കുന്ന കണ്ടാൽ ആരും കണ്ണുമിഴിച്ചു പോയി. സ്വാഭാവികം. രണ്ടുപേരും തമ്മിലുള്ള കയ്യാങ്കളിയിൽ അമ്പലക്കുളത്തിൽ മുങ്ങിമരണം എന്നുള്ള വാർത്ത ഒഴിവാക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടെ ഭരത്തിന്റെ പിറകെ ഓടി വന്ന ശരത്ത് ആർച്ചയുടെ മൊഴിമുത്തുകൾ കേട്ട് സഡം ബ്രേക്കിട്ട് നിന്നു. 1 കിളി 2 കിളി 3 കിളി 4 ഒരൊറ്റ ഡയലോഗിൽ ശരത്തിന്റെ കിളികളൊക്കെ നാനാവഴിക്ക് ഇറങ്ങി ഓടി. ആദ്യത്തെ അമ്പരപ്പ് കഴിഞ്ഞ ഭരത് ഒരല്പം സംശയത്തോടെ അവളെ നോക്കി. കുട്ടിയെന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലോ. കുളത്തിൽ തള്ളിയിടാനാണോ? ആർച്ചയും കുളത്തിലേക്ക് മാറി മാറി നോക്കിയ ഭരത്. ആർച്ച കൈകുത്തി പൊങ്ങി അവനിരിക്കുന്ന പടിയിലേക്ക് ഇരുന്നു. കുളത്തിൽ തള്ളിയിടാൻ തന്നെ ഉറപ്പ്. ഭരത് ഉറപ്പിച്ചു. ഭരത്തേട്ട് നാളെ രാത്രി പാർട്ടിക്ക് വരില്ലേ? ആർച്ച കണ്ണിൽ പ്രതീക്ഷയുടെ തിരുനാളം കത്തിച്ചു വെച്ചു. ഇനി രാത്രി ഫുഡിലോ ഡ്രിങ്ക്സിലോ എന്തെങ്കിലും കലക്കി തരാനാണോ? പണി വരാനുള്ള എല്ലാ വഴിയും ഭരത് ആലോചിച്ച് തല പുകഞ്ഞു. വരില്ലേ ഭരത്തേട്ടാ? വീണ്ടും ആർച്ചയുടെ ചോദ്യം. അറിയാതെ തലയാട്ടിപ്പോയി. വേണ്ടായിരുന്നു. ഉണ്ട ചോറിന് നന്ദിയുള്ള തലച്ചോറ് എല്ലാ സിഗ്നൽസും പിടിച്ചെടുത്ത് അനലൈസ് ചെയ്ത് ഞൊടിയിടയിൽ വാണിംഗ് കൊടുത്തു. ഇത്രയും നിഷ്കളങ്കതയോടെ ചോദിച്ചാൽ ആരായാലും സമ്മതിച്ചു പോകും. വീണ്ടും സ്വാഭാവികം. സമ്മതിക്കാൻ തോന്നിയ നിമിഷത്തെ സ്വയം ന്യായീകരിച്ച് ഭരത് തലച്ചോറിനെ ആശ്വസിപ്പിച്ചു.
തിരിച്ചടി കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ലെങ്കിലും ഏത് വഴിക്ക് വരുമെന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം. പിന്നെ ഭരത്തേട്ടാ, നമുക്ക് രാത്രി പാർട്ടിക്ക് ഒരു ഡാൻസ് ആയാലോ? ഭരത്തിന്റെ കണ്ണിന് കാർട്ടൂൺ പോലെ സ്പ്രിംഗ് ആക്ഷൻ ഇല്ലാത്ത നന്നായി, ഇല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് തെറിച്ചു പോയനെ. ഞാൻ സ്വപ്നം കാണുന്നതാണാ? അവർക്ക് കുറച്ച് പുറകിലായി നിൽക്കുന്ന ശരത്ത് കയ്യിൽ പിടിച്ചു നോക്കി. അല്ല, ഇനിയിപ്പോ ഇവൾക്ക് പ്രദക്ഷിണം വെക്കുമ്പോ എന്തെങ്കിലും വെളിപാട്? ശരത്ത് അമ്പലത്തിന് നേരെ നോക്കി. ഞാൻ ആ ടൈപ്പല്ല കുട്ടി. വെളിപാടൊന്നും ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കില്ല. സ്പെഷ്യൽ പൂജയൊക്കെ എഴുതി പൈസയും എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ എന്തിനാ? ആർച്ചയെക്കാളും കാര്യമായി പായസം കാത്തിരിക്കുന്ന ദേവി കൈമലർത്തി കാണിച്ചു. പറ ഭരത്തേട്ടാ, ഡാൻസ് ചെയ്യാമോ? ആർച്ച ചോദിച്ചു. അതിനും അറിയാതെ തലയാട്ടിപ്പോയി. അത്താണ്. ആർച്ച ചിരിച്ചു. അവളുടെ കണ്ണുകൾ ഇടക്ക് പാളി വീഴുന്ന ഭാഗത്തേക്ക് തല അല്പം ചിരിച്ച് പരത്തും നോക്കി. അവരെ നോക്കി നിൽക്കുന്ന കിച്ചുവിനെ കണ്ടതും അവൻ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിയടക്കി. ചുമ്മാതല്ല, എല്ലാം മനസ്സിലായ മട്ടിൽ അവൻ തലയാട്ടി. നീ ഭരത്തേട്ടാ, ഭരത്തേന്റെ തലയിൽ പൊടി തട്ടാൻ എന്ന പോലെ ആർച്ച ഭരത്തിന്റെ തലയിൽ രണ്ടു വശത്തേക്ക് 2 തട്ടു കൊടുത്തു. അവനടുത്തേക്ക് മുഖം മടിപ്പിച്ച് പിന്നെ അകന്നു നിന്ന് പൊട്ടിച്ചിരിച്ചു. കിച്ചുവിനെ കാണിക്കാനുള്ള അവളുടെ പരാക്രമങ്ങൾ കണ്ടതോടെ ഭരത്തിനും ചിരി വന്നിരുന്നു. അവനും അറിയാതെ ഉച്ചത്തിൽ ചിരിച്ചുപോയി. ആർച്ച ഇടം കണ്ടിട്ട് കിച്ചു നിന്ന ഭാഗത്തേക്ക് നോക്കി. ഹായ്, ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്താൽ 1 മിനിറ്റിനുള്ളിൽ വെള്ളം തിളച്ച് കിട്ടും. ദേഷ്യം കൊണ്ട് ചുവന്നു വീർത്ത കിച്ചുവിന്റെ മുഖം കാണേ ആർച്ചയ്ക്ക് ചിരി പൊട്ടി. കിച്ചു നോക്കുമ്പോൾ ആർച്ച പുൻസിരിയോടെ ഭരത്തിന്റെ മുടിയിൽ തട്ടുന്നു. എന്തോ രഹസ്യം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. അസൂയ, ദേഷ്യം, കുശുമ്പ്, ഇനി എന്തൊക്കെയുണ്ടോ അതൊക്കെ കിച്ചുവിന്റെ ഉള്ളിൽ പുകഞ്ഞു കത്തി. എരുതിയിൽ എണ്ണ പോലെ ഭരത്തിന്റെ എന്റെ ഉണ്ണിയാർച്ച എന്നുള്ള വിളിയും ഒരു കാര്യമില്ലാതെ അവന്റെ ഉള്ളിൽ ഇടക്കിടക്ക് മുഴങ്ങി. ഇതിപ്പോ ആർച്ചയെ തഴഞ്ഞ് അവളേക്കാൾ മിടിക്കുക വേറൊരാളുടെ പുറകെ പോയിട്ടും തനിക്ക് സന്തോഷവുമില്ല, സമാധാനവുമില്ല. ആർച്ചയാണെങ്കിൽ അങ്ങനെ ഒരു ഭാവമില്ല, സ്വസ്ഥമായിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. ദൈവമേ, എന്ത് വിധി ഇത്! എന്നാരോ എവിടെ നിന്നോ പാടി. കൂടുതൽ സമയം അവർ നോക്കിന്നാൽ തന്റെ സമനില തെറ്റുമോ എന്ന ഭയത്തിൽ കിച്ചു പിന്തിരിഞ്ഞു നടന്നു. അല്ലാതെ അസൂയ തോന്നിയിട്ടല്ല കേട്ടോ. കിച്ചു പോയെന്ന് മനസ്സിലായത് ആർച്ച ഭരത്തിന് നോക്കി. കുഞ്ഞിരാമ പോയാലോ? ആർച്ച എഴുന്നേറ്റുന്ന് കൈ തട്ടിക്കുടഞ്ഞവനെ നോക്കി. ഭരത്ത് തലയാട്ടി. എഴുന്നേറ്റുന്ന് കയ്യിലെ പൊടി തട്ടി ഭരത്ത് ഒരു പടി താഴേക്കിറങ്ങി കുളത്തിൽ കാലൊന്ന് കഴുകി. അടുത്ത നിമിഷം അവൻ വെള്ളത്തിലേക്ക് മൂക്കും കുത്തി വീണു. രണ്ടുപേരെയും നോക്കിയിരുന്ന ശരത്തിന്റെ പറന്നുപോയ കിളികളൊക്കെ അത് കണ്ടപ്പോൾ തിരിച്ച് ചേക്കേറി. ഇതാണ് ആർച്ച, ഇങ്ങനെയാണോ ആർച്ച? അനിയനെ കൂട്ടി വാ. ആർച്ച അവന്റെ കവളിൽ പിടിച്ച് കൊഞ്ചിച്ച് അമ്പലത്തിലേക്ക് നടന്നു. ഉണ്ണിയാർച്ചേ! മുങ്ങി നിവർന്ന് ഭരത്ത് അലറി. കരയിൽ നിന്ന് ശരത്ത് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കുളത്തിൽ നിന്ന് കയറി കരയിൽ നിന്ന് ഷർട്ട് അഴിച്ച് വീഴുന്ന ഭരത്തിനെ നോക്കി വീണ്ടും വീണ്ടും അവൻ പൊട്ടിച്ചിരിച്ചു. എന്നാൽ ഇത് തീരെ കുറഞ്ഞുപോയി. ഭരത് എന്തോ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. എന്തൊക്കെയായിരുന്നു ഭരത്തേട്ടൻ ഡാൻസ്! അവസാനം ദേ വരുന്നു കുളത്തിൽ വീണ നനഞ്ഞ കോഴി. പൊട്ടിച്ചിരിക്കുന്നതിനിടയിലും ശരത്ത് അവനെ നോക്കി പറഞ്ഞു. ഭരത് അവനെ രൂക്ഷമായി നോക്കി. ശരത്ത് വാ പൊത്തിപ്പിടിച്ച് കുലുങ്ങി ചിരിച്ചു. അല്ല, അവളെന്തെന്നാലും ഇതിലൊതുക്കിയത്? ഇനി ഇതിന്റെ ബാക്കി പണി വല്ലതും വരാനുണ്ടോ? പെട്ടെന്ന് ചെല്ല്, നന്നായി പ്രാർത്ഥിച്ചോ, വലുതെന്തോ വരാനുണ്ടേ. അവൻ ഭരത്തിനെ കളിയാക്കി. ഏട്ടാ! അവൻ കുളത്തിൽ വീണത് ഓർത്തോർത്ത് ചിരിക്കുന്ന ശരത്ത് ചിരിക്ക് അടിച്ചു പിടിച്ചവനെ നോക്കി. എന്റെ പൊന്നേട്ടൻ ചിരിച്ചു കുഴങ്ങിയോ? ഞാൻ ഏതായാലും കുളത്തിന്റെ ആഴം വളർന്നു. ഏട്ടനും കൂടി പോയി കുളത്തിന്റെ ആഴം നടന്നു വാ. ഭരത്ത് ഞൊടിയിടിയിൽ അവനെ പിടിച്ച് കുളത്തിലേക്ക് ഇട്ടു. ഒന്ന് മുങ്ങി വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന ശരത്തിനെ നോക്കി അവൻ കളിയാക്കി ചിരിച്ചു. ശരത്ത് അവനെ നോക്കി പല്ലടിച്ചു. നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ യുദ്ധം കഴിയുമ്പോഴേക്കും മിക്കവാറും ഒരു പെട്ടി ഓർഡർ ചെയ്തേക്ക്. എനിക്ക് വേണ്ടി വരും. ചിരി പഞ്ഞിയും മൂക്കിൽ വെക്കാനാ. കുളത്തിൽ നിന്ന് കയറി വന്ന് ശരത്ത് അവനെ നോക്കി കണ്ണുരുട്ടി. ചില്ലേട്ടാ ചിൽ. ചില്ലല്ലടാ, കുപ്പി. വെള്ളത്തിൽ പിടിച്ചിട്ടാ അവന്റെ ചില്ല്. ശരത്ത് പിറുവിറുത്തുകൊണ്ട് ഷർട്ട് അയച്ച് പിഴിഞ്ഞു. ആ വന്നല്ലോ. എല്ലാവരും തങ്ങൾ രണ്ടുപേരെയും പ്രതീക്ഷിച്ചെന്ന പോലെ നിൽക്കുന്നുണ്ട്. ശരത്തും ഭരത്തും മുഖം ചുളിച്ചു. എന്താ ഇപ്പൊ പെട്ടെന്ന് ശയന പ്രതീക്ഷനൊക്കെ ചെയ്യാൻ തോന്നാൻ? രാമചന്ദ്രൻ ചോദിച്ചും രണ്ടുപേരും പരസ്പരം നോക്കി. പിന്നെ ആർച്ചയെയും. ആർച്ച ആൽമരത്തിന്റെ ഇലകളുടെ എണ്ണ എടുക്കുകയായിരുന്നു. 15 വരെ എണ്ണി. അത് കഴിഞ്ഞ് കാറ്റ് വന്നപ്പോൾ എല്ലാം കൂടെ തെറ്റിപ്പോയി. ഒരു ടൈമിംഗ് ഇല്ലാത്ത കാറ്റ്. അല്ലെങ്കിൽ ഈ കാറ്റ് എപ്പോഴും അസ്ഥാനത്തേ വരും മനുഷ്യനെ നാറ്റിക്കാൻ. സമാധാനായില്ലേ? ഇനി കിട്ടിയത് കുറഞ്ഞു പോയി എന്ന് പറയണ്ട. ശരത്ത് അവനോട് പിറുവിറുത്തു. ഭരത്ത് പതിയെ തലചരിച്ച് അവൻ നോക്കി. അവന്റെ മുഖത്ത് കുറുമ്പോടെ ഒരു ചിരി വിടർന്നു. ഞാൻ മാത്രമല്ലച്ചാ, ഏട്ടനുണ്ട്. ഏടത്തിക്ക് വേണ്ടിയാണെന്ന്. ഭരത്തിന്റെ ആ ഒരൊറ്റ ഡയലോഗിൽ ശരത്തിന്റെ ബാല്യവും കൗമാരവും യൗവനവും എന്തിനധികം ഇനി വരാനുള്ള വാർദ്ധക്യം ഉൾപ്പെടെ പകച്ച് പണ്ടാരമടങ്ങി. കിട്ടിയോ?
ഇല്ല, ചോദിച്ചു വാങ്ങി. താങ്ക് യു.